നമ്മൾ ആധാർ കാർഡ് ലാമിനേറ്റ് ചെയ്തിട്ടാണ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് ആദ്യമൊക്കെ. അപ്പോൾ അത് കുറേ കാലം യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുപോലെ മങ്ങിപ്പോകും. അപ്പോൾ നമുക്ക് ഇതിൻ്റെ കോപ്പി എടുക്കാൻ ഒക്കെ ആകുമ്പോൾ അത് മങ്ങിയിട്ട് കിട്ടുക, കളർ കുറഞ്ഞിട്ട് കിട്ടുക, അങ്ങനെയൊക്കെയുള്ള ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ ഫോണിൽ തന്നെ സിമ്പിളായിട്ട് ആധാർ കാർഡ് ഡൗൺലോഡ് ചെയ്യാം. പോരാത്തതിന് അത് PVC കാർഡായിട്ട് ഉപയോഗിക്കുകയും ചെയ്യാം. ഓക്കെ, എങ്ങനെ ചെയ്യേണ്ടതെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ എൻ്റെ അക്കൗണ്ടുകളൊന്ന് ഫോളോ ചെയ്യുക, കൂടാതെ ഈ യൂട്യൂബ് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യും. ഓക്കെ, ഫസ്റ്റ് നമ്മൾ ബ്രൗസർ ഒന്ന് ഓപ്പൺ ചെയ്യുക. അതായത് ക്രോമാണ് ഓപ്പൺ ചെയ്തിട്ടുള്ളത്. ക്രോം ഓപ്പൺ ചെയ്തതിന് ശേഷം അതിൽ ഡൗൺലോഡ് ആധാർ കാർഡ് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ആധാർ കാർഡ് ഡൗൺലോഡ്. ഓക്കെ, അത് എൻ്റർ ചെയ്ത് കൊടുത്താൽ ഇതേപോലെ ഒരു ഓപ്പൺ ആയിട്ട് വരും. അതിൽ ഗെറ്റ് ആധാർ യൂണീക്ക് ഐഡൻറ്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യ എന്നുണ്ടാവും. അത് ഓപ്പൺ ചെയ്യുക. അത് ഓപ്പൺ ചെയ്ത് ഇതിൽ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ടാകും. നമുക്ക് PVC കാർഡാക്കാൻ, അതുപോലെ അപ്ലൈ ചെയ്ത് വെച്ചിട്ടുള്ളതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഓൾറെഡി ഉള്ളതാണെന്നാണ് വെച്ചെങ്കിൽ അതിൽ ഡൗൺലോഡ് ആധാർ എന്നുള്ളൊരു ഓപ്ഷൻ കാണും. ഓക്കെ, ഡൗൺലോഡ് ആധാർ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അടുത്തൊരു പേജ് ഓപ്പൺ ആയിട്ട് വരും. ഓക്കെ, പേജ് ഓപ്പണായി വന്നിട്ടുണ്ട്. അതിൽ ആധാർ നമ്പറുണ്ട്, അല്ലെങ്കിൽ എൻറോൾമെൻറ്റ് ID നമ്പറുണ്ട്, വിർച്വൽ ID നമ്പർ. അപ്പോൾ നമ്മൾ ആധാർ നമ്പറാണ് എൻ്റർ ചെയ്ത് കൊടുക്കുന്നത് ഓൾറെഡി ഉള്ള കാരണം കൊണ്ട്. ഓക്കെ, അത് ടൈപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം അതിലൊരു ക്യാപ്ച ഉണ്ടാവും. അത് കറക്റ്റായിട്ട് അതേപോലെ എൻ്റർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, സ്മോൾ ലെറ്റർ ആണെങ്കിൽ സ്മോൾ ലെറ്റർ, ക്യാപിറ്റൽ ലെറ്റർ ആണെങ്കിൽ ക്യാപിറ്റൽ ലെറ്റർ, അതെല്ലാം കറക്റ്റായിട്ട് ചെയ്ത് കൊടുക്കണം. അല്ലാന്നാണെന്ന് വെച്ചെങ്കിൽ ഇനി മനസ്സിലാവണില്ല എന്നാണെന്ന് വെച്ചെങ്കിൽ അത് മാറ്റി കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ടാവും അതിൻ്റെ ആ സൗണ്ടിൻ്റെ ചിഹ്നത്തിൻ്റെ അപ്പുറത്ത്. അപ്പോൾ അത് കൊടുത്താലും മതിയാവും. അപ്പോൾ വേറെ ഓപ്ഷൻ വേറെ വരും. ഓക്കെ, അത് എൻ്റർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കറക്റ്റായിട്ട് എൻ്റർ ചെയ്ത് കൊടുത്താൽ സെൻഡ് OTP കൊടുക്കുക. അപ്പോൾ നമ്മൾ ആധാർ നമ്പർ ലിങ്ക് ചെയ്തിട്ടുള്ള ഏത് നമ്പറാണോ ആ നമ്പറിലേക്ക് OTP പോകും. ഓക്കെ, ഇപ്പോൾ OTP സോറി, അത് ക്യാപ്ച നമുക്കൊന്ന് മിസ്റ്റേക്ക് വന്നിട്ടുണ്ട്. മിസ്റ്റേക്ക് വന്ന കാരണം കൊണ്ട് അപ്പോൾ പിന്നെ വന്നിട്ടുള്ള ക്യാപ്ചാണ് എൻ്റർ ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ OTP സെൻഡ് ആയിട്ടുണ്ട്. OTP നമ്മുടെ ഫോണിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നേരിട്ട് അതെടുത്ത് എൻ്റർ ചെയ്ത് കൊടുക്കുക. എൻ്റർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അത് ഫോണിലേക്ക് ഡൗൺലോഡ് ആവും. കുറച്ച് സമയം എടുക്കും, നമുക്ക് എന്തായാലും വെയിറ്റ് ചെയ്യണം. ഓക്കെ, ഡൗൺലോഡ് ആയിട്ടുണ്ട്. ഓക്കെ, ഇതിൽ ഡൗൺലോഡ് ആയതിനു ശേഷം അത് ആ PDF ഫയൽ നമുക്ക് പ്രൊട്ടക്റ്റഡ് ആയിരിക്കും. ആ പ്രൊട്ടക്റ്റഡ് ആണെന്ന് വെച്ചെങ്കിൽ ഇപ്പോൾ ഒരു മഹേഷ് എന്നാണ് പേരെന്ന് വെച്ചെങ്കിൽ 4 അക്ഷരം എടുക്കുക. അതിൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് ഏതാണോ അത് വർഷം അതിൻ്റെ കൂടെ എൻ്റർ ചെയ്ത് കൊടുക്കുക, സ്പേസ് ഇല്ലാതെ. ഇപ്പോൾ ഇത് മലയാളത്തിലാക്കി കാണിച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കതിൽ ഇംഗ്ലീഷിലായി അറിയില്ല എന്നാണ് വെച്ചാൽ മലയാളത്തിൽ ഡീറ്റെയിൽസ് ചെക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, അത് പേര് ഇപ്പോൾ ബിജു എന്നാണെങ്കിൽ BIJU, പിന്നെ അതേപോലെ 1992. ഓക്കെ, അപ്പോൾ അതാണ് ഫയൽ പ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ളത്. അപ്പോൾ ഞാൻ ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് എൻ്റെ പേര് ഫസ്റ്റ് 4 അക്ഷരം, പിന്നെ ഡേറ്റ് ഓഫ് ബർത്ത് വർഷം, അത് എൻ്റർ ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആധാർ ഇതുപോലെ ഓപ്പൺ ആയി കിട്ടും. ഇത്രേ ഉള്ളൂ. സിമ്പിളായിട്ട് നമുക്ക് ഡൗൺലോഡ് ചെയ്തിട്ട് ആധാർ കാർഡ് PDF ഫയലായിട്ട് വെക്കുകയും ചെയ്യും.